നാട്ടിൽ വെച്ചിട്ട് ഇത്ര പ്രാവശ്യം കഴിച്ചിട്ടില്ല. കാണുന്നുണ്ടോ നോക്കട്ടെ. കേരളത്തില് ലൈംലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രനാസുന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പീസായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കോമഡി പീസ്. ഈ പറയുന്ന തൂറാത്തവൾ തൂറുമ്പോ തീട്ടം കൊണ്ടാറാട്ടെ എന്ന് പറയുമ്പോൾ ഒരു കോമഡി പീസായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ദുരന്തമായി മാറിയിട്ടുണ്ട്. ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ദുരന്തം. അതായത് അശ്ലീലത കൊണ്ട് സോഷ്യൽ മീഡിയ നിറയ്ക്കുകയാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീലതയും കൊണ്ട് ഈ പറയുന്ന രേണു സുധി എന്ന ഉളുപ്പില്ലാത്തവൾ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയ്ക്ക് ഒരു സ്ത്രീ തരംതാന്ന് പോകരുത്, ഇത്രയും തരംതാന്ന് പോകരുത്. മനസ്സിലായി? ഒരു ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നാണം, ചെറിയൊരു മാനം. എന്താണ് സംസാരിക്കുന്നത്? ആരുടെടുത്താണ് സംസാരിക്കുന്നത്? വല്ലതുകൊണ്ടോ? ഒരു കൊച്ചു കുട്ടിയുണ്ട്, നിങ്ങൾ പറയാം 2 മക്കളുണ്ടെന്ന്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ. നിങ്ങൾ അഭിനയിച്ചോ? നിങ്ങൾ കെട്ടിപ്പിടിക്കുകയോ ലിപ് ലോക്ക് ചെയ്യുകയോ എന്തു വേണോ അഭിനയിച്ചു. പക്ഷെ താങ്കളുടെ നാക്കിന്ന് വിഴിയുന്ന ആ ഒരു അശ്ലീലതയുണ്ട്, ആ വൃത്തികെട്ട ഒരു സംസാരമുണ്ട്. തൊലി ഉരിഞ്ഞു പോകും നമുക്ക് പോലും. ഈ വീട്ടുകാർ ഇതെങ്ങനെ കാണുന്നു? തങ്കച്ചൻ, നീ എങ്ങനെ കാണുന്നടേ? നീക്കൊരു തന്തയാണോ അബദ്ധ വിട്ടിരിക്കുന്നത്? പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? നീ അഭിനയിക്കാൻ എന്തോ ചെയ്യും. ഈ അഭിനയത്തിന് ശേഷമുള്ള പിടുത്തം നിർത്താൻ പറ. അഭിനയത്തിന് ശേഷം ആ ഒരു താടിക്കാരെ ഒരു പ്രാന്തം ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അമർത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. എത്ര റീലുകൾ! അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ നമുക്കത് എത്ര അവോയ്ഡ് ചെയ്താലും ഇതുപോലുള്ള അശ്ലീലത കൊണ്ട് ഇങ്ങനെ നിറയ്ക്കുകയാണ്. ഇതിനകത്ത് സോഷ്യൽ മീഡിയ നിറയ്ക്കുകയാണ്, കമ്പി വർത്താനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. ലിറ്ററലി കമ്പി വർത്താനം. അതിനെ നമ്മൾ മലയാള പച്ച ഭാഷയിൽ പറഞ്ഞ കമ്പി വർത്താനം. അതുകൊണ്ട് അങ്ങ് നിറയ്ക്കുക. എന്റെ അമ്മ, ഒരു ലോഡുണ്ട്. ഓരോന്നായിട്ട് കാണാം. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. ആദ്യത്തെ വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. നിന്നെ കൊണ്ടേ പറ്റൂ. ഇതുപോലെ വൃത്തികെട്ട, ഇതുപോലുള്ള ഈ പറയുന്ന കമ്പി വർത്താനം ഇതുപോലെ ലൈവില് വന്നിരുന്ന് പറയാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്നെ അല്ലാതെ വേറെ ഒരു മനുഷ്യശ്രീയും ഇന്ന് ഈ കേരളത്തിലില്ല. വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വേശ്യാവൃത്തി ചെയ്ത് അവര് പോലും ഇതുപോലെ വന്നിരുന്ന് പറയത്തില്ല. മനസ്സിലായോ? അവര് പോലും ഇതുപോലെ വന്നിട്ട് പറയത്തില്ല. അതായത് ലവൻ ചോദിക്കുന്നതിന്റെ അർത്ഥത്തിൽ തന്നെയാണ്. അവരറിയാം രണാസിനെയാണ് ഫ്രണ്ടിയിരിക്കുന്നത്. അവർക്ക് ഇഷ്ടം എന്താണ്? ഈ പറയുന്ന ലൈംഗിക ചുവയോടുകൂടിയുള്ള ക്വസ്റ്റ്യനാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് അവൻ ചോദിച്ചത്. വട കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. കേരളത്തിൽ ആരുടെ നീ വട കഴിച്ചിട്ടുണ്ടോ എന്നാണ് അവൻ ചോദിച്ചത്. അവന്റെ ചോദ്യം അവർക്ക് മനസ്സിലായതെന്നോ പറയുന്നത്, വട കഴിച്ചിട്ടുണ്ട്, എന്റെ വട കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെന്ന്. എന്റെ അമ്മ, ഇതെന്തൊരു സ്ത്രീയുടെ ഇതിനെയൊക്കെ ഒരു സ്ത്രീ അയ്യോ എണിച്ചേക്ക് പാവം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. പുള്ളികള് വന്നതിന്റെ കമന്റ് ബോക്സിലായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാനില്ല. ഇപ്പൊ ഒന്നും ഈ കമന്റ് ബോക്സിലെടുത്ത് നോക്കിയേക്ക്. ഒരു ലോഡുണ്ട്. എണിച്ചേച്ചി ഇത്തിരി ഓവറാവുന്നുണ്ട്. അവിടെ ഇപ്പൊ ചേച്ചിയുണ്ട്. എണിച്ചേച്ചി ഇത്തിരി ഒട്ടും ഓവറല്ല. എണിച്ചേച്ചിക്ക് ഇതൊക്കെ ചെറുതാണ്. എണിച്ചേച്ചി ഇനി ഓവറാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ഓവറല്ല. സപ്പോർട്ട് ചെയ്യുന്നവരെ, ഇതൊന്നും ഓവറല്ല. എന്റെ വട 40-40 വയസ്സായില്ലേ കിളവി? നിർത്തിക്കൂടെ? പോയി അഭിനയിക്ക് പോ. അഭിനയിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എടുക്കുകയോ എല്ലാം അഭിനയമാണെന്നല്ലേ പറയുന്നത്. ശരി തന്നെയാണ്. പിന്നെ വെബ് സീരീസ് ആയാലും അഭിനയം തന്നെയാണ്. ഇപ്പൊ അഡൾട്ട്സ് ഒള്ളി പിന്നീട് സീരീസ് എടുക്കുക, അതും എല്ലാം അഭിനയമാണ്. പക്ഷെ അതിൽ തുണിയും പുല്ലൊന്നും കാണുന്നുള്ളൂ. പക്ഷെ അഭിനയം തന്നെയാണ്. 4 ക്യാമറമാൻ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, കുറെ ആൾക്കാർ കാണാനുണ്ട്. ആ ലക്ഷ്മി ദീപ്തയൊക്കെ അവസാനത്തെ ലക്ഷ്മി ദീപ്തയുടെ നമ്പരൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. അവസാനത്തെ അത്തിക്കണ്ണി അതാണ്. കാരണം ഇവിടെ എല്ലാം തീരുമ്പോ പിന്നെ ഇനി അങ്ങോട്ടേ പോകത്തുള്ളൂ എന്നുള്ളതാണ്. അടുത്ത് ഈ താടിക്കാരന്റെ കൂടെ തന്നെ എവനാണെങ്കിൽ പിടിയോട് പിടിയാണ്. അടുത്ത് വന്ന കുറെ, ഞാനൊന്നും വെക്കുന്നില്ല, കുറെ ഉണ്ട്. ഇവൻ വരുമ്പോ ഇങ്ങനെ പിടിയാണ്. ഇത് അഭിനയമല്ല, ഇത് റിയാലിറ്റിയാണ്, ഇത് ജീവിതമാണ് എന്ന് മനസ്സിലാക്കാതെ എന്ത് പറയാൻ, ആരോട് പറയാൻ? എടാ കിച്ചു, നാണയില്ലാത്തവനെ പോയി വാങ്ങി അവളെ എവിടെ വിളി, അമ്മ 200 200 തരുമോ?
വിളി. അവളിങ്ങനെ സ്പീക്കർ ഇട്ട് എല്ലാവരെയും കേൾപ്പിക്കും. നാണം ഉണ്ടാടാ നിനക്ക്. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നിന്റെ വീട്ടുകാര് ആ സുധിയുടെ അച്ഛനും അമ്മയും ഇന്ന് ഇതൊട്ടും ഒരു 100 ആവർത്തി നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. എന്താണ് ഇതുപോലെ അവളെ പൈസ കടം വാങ്ങരുതെന്ന് പറഞ്ഞിരുന്ന നിശ നീ ഇത് തന്നെ ചെയ്യും. ഇപ്പൊ ചാവടാ നീയൊക്കെ. അക്ഷയ വയസ്സറിയിച്ചിട്ടുണ്ടോ? എത്ര 558 പ്രാവശ്യം ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇത്ര പ്രാവശ്യം എന്റെ മുന്നേ. എടാ ഒന്നും നടക്കാതിട്ടിങ്ങനെ അവേദം കേൾക്കണ വല്ല കാര്യം കേട്ടോടാ. എല്ലാം നടന്നിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. കണ്ടോ, നടക്കാതിരുന്ന് ഒന്നും നടക്കാതിരുന്നിട്ട് ഇങ്ങനെ അവിഹിതം പറയുന്നത് കൊണ്ട് വലിയ കാര്യമുണ്ടോ? നടന്നിട്ടുണ്ടെങ്കിൽ എന്നാലും പ്രശ്നമില്ലെന്നാ പറയുന്നത്. എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ പ്രശ്നമില്ലെന്നാ പറയണത്. അല്ല, ഇതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇടേ കൊടറേ കൊണ്ട് അവള് ഓപ്പണായിട്ട് പറയില്ല. എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ട്. നീ എന്താണ് പറയുന്നതിന് വല്ല പിടുത്തമുണ്ടോ? ഒന്നും നടന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ ഒരു ഫ്ലാറ്റിലാണ്, 4 ദിവസം ഒരു ഫ്ലാറ്റിലായിരുന്നു. ഈ സാധനമൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ഇവിടെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ സ്വന്തം ശരീര പ്രദർശനം കൊണ്ടും ഈ പറയുന്ന അശ്ലീലത നിറഞ്ഞ സംസാരങ്ങൾ കൊണ്ടും കമ്പി വർത്താനം കൊണ്ടും മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. എല്ലാം എന്റെ സുധിച്ചേട്ടൻ. അടുത്തേ ഇവിടെ കുനിഞ്ഞിരിക്കുകയാണ്. കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാന്ന് രണ്ടുപേരുടെ. ഭയങ്കര ചൂട് പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ അല്ലേ? തീയിൽ കുരുത്തത് പാവത്തിന്റെ ചിരിയുണ്ടാ. കാറിൽ കയറി കുനിഞ്ഞിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് കുനിഞ്ഞിരുന്നത് മനസ്സിലായോ? ഇത് വേറൊരു അർത്ഥത്തിൽ ആൾക്കാർ ചിത്രീകരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുനിഞ്ഞിരുന്നത്. അവിടെ വേറെ ഒന്നിനും കൊണ്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചോണ്ട് അവള് ചിരിച്ചുകൊണ്ട് തല പൊക്കുന്നത്. മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് തല പൊക്കുന്നത്. ഞാനപ്പോ പച്ചയ്ക്ക് പറയുന്നില്ല. എന്ത് പ്രേക്ഷകർ വിചാരിക്കണം എന്ന് അവൾ എന്താണ് മനസ്സിൽ ആലോചിച്ചതെന്ന് ആ ഒരു സാധനത്തിന് മനസ്സിലാവും. നമ്മൾ അങ്ങനെ ക്ഷീണിക്കാറൊന്നുമില്ല. നമ്മളങ്ങനെ ക്ഷീണിക്കാറില്ല. അപ്പോഴൊക്കെ രണാസുനയുടെ ആ ഒരു ചിരി എന്തൊരു ഞാൻ പച്ചക്ക് പറയുന്നില്ല. പോട്ടെ, അടുത്തത് മലബാർ പെട്ടിക്കട യൂട്യൂബ് കുഞ്ഞു കുഞ്ഞു പ്രേമം എന്റെ ഇളയത്തുകളെ പ്രേമിക്കുന്ന വലിയ വലിയ പ്രേമം എന്റെ മൂത്തൊരു പ്രേമിക്കുന്നത്. ഓക്കെ, കൂടുതൽ പ്രേമം കുഞ്ഞു കുഞ്ഞല്ല. ഓരോ ഗുരു ഓരോ പ്രേമാണോ? ഓരോ കുരുവിനും ഉണ്ട് ഓരോ കഥ പറയും. ഏത് കാറ്റഗറി പ്രതീക്ഷ ഗുരു ഏതാ? കുരുവില്ല. പ്രതീക്ഷ കുരുവില്ല. പ്രതീക്ഷ പോയി ചാവടാ. നിന്റെ കുരു ഏതാണെന്നാണ് ചോദിക്കുന്നത്. നീ അവളെ പ്രേമിക്കുന്ന കുരു എന്നാ ചോദിച്ചത്. ആ ഇളിപ്പ് ഒരു ഉളുപ്പും ഇല്ലാതെ എനിക്ക് കുരു ഇല്ല, പിന്നെ നിനക്കെല്ലാം മൊഴയുള്ളത്. കൊച്ചു കുട്ടികളെ കൂടി വിടുന്നില്ലടേ. കുഞ്ഞു കുരുകളെ, കൊച്ചു കുട്ടികൾ, ഇളയത്യങ്ങൾ എന്നെ പ്രേമിക്കുന്നതാണ്. വലുത് മൂത്ത കിളവന്മാർ എന്നെ പ്രേമിക്കുന്നതാണ്. ഇളയത്യങ്ങൾ എന്ന് ഉദ്ദേശിച്ച പ്രതീക്ഷ പോലെയുള്ളതായിരിക്കും. ഈ വലുതെന്ന് പറഞ്ഞാൽ ദാസനെ പോലുള്ളവനായിരിക്കും. ദാസൻ തന്നെ ഉളുപ്പില്ല. അവനിപ്പോ ഉളുപ്പില്ല. സത്യം പറഞ്ഞ് ഞാൻ അവനെ കുറച്ച് റെസ്പെക്ട് ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുവിധം അത്യാവശ്യം അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അവനൊക്കെ വന്ന് കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങള്, കോപ്രായങ്ങൾ കാണുന്നുണ്ടോ? അയ്യോ വേണമെങ്കിൽ സൈഡിലൊക്കെ വെച്ച് തരാം. ബാറിൽ പിന്നെ എവിടെ ഷാപ്പിൽ കിടന്ന് അവിടെ എടുത്തെറി ഇവിടെ എടുത്തെറി. ഇനിയിപ്പം ഈ പറയുന്ന ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ദുബായിലൊന്നും പോകാൻ പറ്റില്ല. അവിടെ യുദ്ധം നടക്കുകയാണ്. പാപ്പിനോ ബാറ് ബോംബിട്ട് തകർത്തോണ്ടോ? ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളതാണ് അടുത്ത്. കേരളത്തില് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ വെച്ചിട്ട് വിവാദം ഉണ്ടാക്കട്ടെ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാകട്ടെ. സോ ഹാപ്പി. പുതിയ വ്ളോഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആ രേണുസുതി, ഞാൻ ഇന്ന് നോക്കി എനിക്ക് ചിരിയും കൂടെ വന്ന്. ഏതോ ഒരു സ്ത്രീ, അവരാരാ എന്താണെന്ന് പോലും എനിക്കറിയാം. രേണുസുതിനെ കണ്ടന്റിട്ടൊക്കെ തകർക്കുക. വ്യൂസ് നോക്കിയപ്പോ 3.6K ഒക്കെ ആയി ഒരു ഇത്ര മിനിറ്റ് കൊണ്ട്. ആക്ച്വലി അവരൊക്കെ വലിയ വ്ളോഗർ ആകട്ടെ എന്റെ പേര് വെച്ചിട്ട്. കേരളത്തിൽ വൈറലായി നിൽക്കുന്ന ഒരേ ഒരു താരമേ ഉള്ളൂ, അത് രണാസുനയാണ്. മറ്റുള്ളവർ ഈ പറയുന്ന എന്താണ് വ്ലോഗ് ചെയ്ത് ജീവിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീയല്ല ഏത് പിച്ചക്കാരിയും കൊണ്ട് നമുക്ക് കണ്ടക്റ്റാണ്. നമ്മൾ ഇന്നില്ല, നീ ഇല്ലെങ്കിൽ വേറെ ആള് വരും, നമ്മൾ അങ്ങനെയും ജീവിക്കും എന്നുള്ളതാണ്. ഇനി വൈറലാകാൻ വേണ്ടിയിട്ട് വലിയ എന്നുവെച്ചാൽ അവള് മാത്രമേ ഉള്ളൂ വൈറലാ. ഞാൻ നോർത്തിൽ വരുത്തിയിട്ട് അവള് തുണിയില്ലാതെ നടക്കുന്നത്. അതിന്റെ ക്ലിപ്പ് കിട്ടണമെങ്കിൽ ഞാൻ അയച്ചു തരാം. എന്ന് വെച്ചാൽ കാണും. പിന്നെ
ചന്തി വരെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടംമാതിരി പേര് കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് വെച്ച് സൂര്യകുമാർ യാദവ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എത്തിയിട്ടല്ലോ. അവൾക്ക് തുണിയില്ല, തുണി എന്തൊക്കെ ഇട്ടുകൊണ്ട് വളരെ തുച്ഛമായ തുണി, അതുപോലെ നടന്ന ഇതിനെയും കാട്ടി വൈറലാവും. മനസ്സിലായോ? ഇതുപോലുള്ള ഈ പറയുന്ന എന്താണ് പബ്ലിക്കിൽ ഇറങ്ങി ഇതുപോലുള്ള കമ്പി വർത്താനങ്ങൾ പറഞ്ഞ് ഇതിനെയും കാട്ടി വൈറലാവും. ഈ പറയുന്ന ശരീരഭാഗങ്ങൾ തുറന്ന് കാണിച്ചു കൊടുത്താലും വൈറലാവും. താങ്കൾ തന്നെ രണാസുന തന്നെ വേണമെന്നില്ല, രണാസുന തന്നെ വേണമെന്നില്ല എന്നുള്ളതാണ്. നാളെ തൊട്ട് ഈ പറയുന്ന പാവാട ഉപേക്ഷിച്ചൊരു ചട്ടി ഇട്ടുകൊണ്ട് നടന്നു ഇതിനെയും കാട്ടി വൈറലാവും. 4 ആൾക്കാർ ഈ പറയുന്ന കൂടുതൽ പേരിലേക്ക് ഇതെത്തും. മനസ്സിലായോ? ഉടുതുണി മാറ്റും തോറും, ഈ പറയുന്ന ഉടുതുണി കുറയ്ക്കും തോറും, ഈ അശ്ലീലത കൂടും തോറും, ഈ പറയുന്ന കോ ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാൻ വരുന്ന അവരെ പിടിച്ച് വലിച്ചു നിർത്തി ഇങ്ങനെ ചേർത്ത് നിർത്തി ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് പട്ടിക്കും, ഏത് കൂത്തിപ്പട്ടിക്കും വൈറലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായി? ഏത് കൂത്തിപ്പട്ടിക്കും വൈറലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഒരു കൂത്തിപ്പട്ടി ആവണോ എന്ന് താങ്കൾ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി. താങ്കൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കും, എനിക്കിങ്ങനെ ഒരു കൂത്തിപ്പട്ടിയായി ജീവിക്കണോ, അതോ മാന്യമായിട്ട് ചെറിയ റീലൊക്കെ അഭിനയിച്ച് മാന്യമായിട്ടുള്ള ഇതൊക്കെ കിട്ടി പോകണോ എന്നുള്ളതാണ്. ഈ പറയുന്ന ഇവരെ കൂടെ നടക്കുന്ന ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ക്യാമറ തൂക്കി അവരെയൊന്നും ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തീ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് തുനിഞ്ഞു കിടക്കല്ലേ. എന്ത് വേണോ ചോദിച്ചോ, ഏത് അശ്ലീലത വേണോ ചോദിച്ചോ, ബാത്റൂമിലോ അല്ലെങ്കിൽ കക്കൂസിൽ വരെ നിങ്ങൾക്ക് ക്യാമറ കൊണ്ടുപോയി എൻ്റെ അടുത്ത് എന്ത് കമ്പി വർത്താനവും ചോദിക്കാൻ പറ്റും എന്നൊരു തരത്തിലേക്ക് താങ്കൾ മാറിയിരിക്കുകയാണ്. ചോദിക്കുക എന്നുള്ളതാണ്. ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിരി, അല്ലെങ്കിൽ അവർ വേറൊരു ചോദിക്കുമ്പോൾ അതിനകത്തൊരു ദ്വയാർത്ഥം കണ്ടെത്തുന്ന താങ്കൾ എന്തുമാത്രം ഈ പറഞ്ഞ ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിൽ നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. താങ്കൾ ഏത് രീതിയിലാണ് ജീവിച്ചത്? മനസ്സിലായോ? ഏത് രീതിയായിരുന്നു താങ്കൾ ജീവിച്ചിരുന്നത്? താങ്കളുടെ സംസ്കാരം എന്തായിരുന്നു എന്നുള്ളതൊക്കെ തുറന്നു കാണിക്കുന്നതാണ്. ഇപ്പോൾ ലൈസൻസ് ഇല്ല, ഇപ്പൊ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്, അപ്പോഴത്തേക്ക് പിന്നീട് എന്താണ് ഇതുവരെ മറച്ചു വെച്ചിരുന്ന മറ്റുള്ളവരെ, ഇവരെ സ്നേഹിക്കുന്നവർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മറച്ചു വെച്ചിരുന്ന കുറെ മാറിയ അഴുകി പുഴുത്ത കഥകളും സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. നോർമലി ഗ്രാജുവലി ഈ സാധനം മൊത്തം പുറത്തു വന്നുകൊണ്ടിരിക്കുക. അയ്യോ, അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയുക, ഒരു ദുരന്തമായി ഈ പറയുന്ന അഴുകി ചീറി നാറി പുഴുത്ത അശ്ലീല കണ്ടന്റുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് രണാസുന. അല്ലേ? അഴുകി പുഴുത്ത മാറിയ കണ്ടന്റുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് രണാസുന. ഇതിനപ്പുറം സപ്പോർട്ടേഴ്സ് ഒരു സപ്പോർട്ട് ചെയ്യും. മറ്റേ നമ്മുടെ തക്കാളി ശാരിക, അയ്യോ കഷ്ടോടി കഷ്ടം, പറയണില്ല. നീയൊക്കെ ഈ പറയുന്ന തീട്ടത്തിന് തുല്യമാണ്. തീട്ടമില്ല, കഷ്ടം, അതിന് തുല്യമാണ്. നിന്റെയൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞ് തിരുത്തണം എന്നല്ല. ഈ അഴിഞ്ഞാട് നീ ഇതല്ലേ ഇതിന്റെ അപ്പുറം പറ. ഈ കുറച്ചിന്ന് കാണിച്ചത് കുറച്ചുകൂടെ കാണിച്ചുകൂട്. മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യൂ. ഇത് അന്ധതയില്ലാതെ പോയി നിൽക്കുകയാണ്. എവിടെ പോയി നിൽക്കുമോ എന്തോ. തങ്കച്ച മാമ വല്ലതും കാണുന്നുണ്ടോ? പാവ അമ്മ ഒന്നും അറിയുന്നില്ലായിരിക്കും. ഇവിടെ 3-4 പേരെ ആണുങ്ങളെ കൊണ്ടുവരുന്നു, ഷൂട്ടിംഗ് ഇടുന്നു, അവര് ഡയറക്ടർ വന്നു. അത് അതിന്റെ അപ്പുറം. അത് ഡയറക്ട് ചെയ്ത് അവിടെ ഉള്ളവനെ പിടിച്ചതാ അവളുടെ പിന്നീട് ഞാൻ പറഞ്ഞ അത് തീർത്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഷൂട്ടിങ്ങിൽ നിങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവൾ പുറത്തു വെച്ചൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയല്ല. ഒരു താടിക്കാരൻ രണ്ടും അവൻ പോണിടത്ത് വരുന്നിടത്ത് വല്ല ഇവളെ പിടിച്ചു, റോട്ടിൽ കൂടി അവിടെ പിടിക്കുന്നു, അവരെ പിടിക്കുന്നു. എന്താണ് ഇതൊക്കെ എന്താണ്? സപ്പോർട്ടേഴ്സ്, രണാസുന ചേച്ചിയുടെ സപ്പോർട്ടേഴ്സ് ഒന്ന് കമന്റ് ഇടൂ പ്ലീസ്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ഇടൂ, ഞാനൊന്ന് കാണട്ടെ.